to Live Tuition. Good evening, everybody. Hi, hello. ടീച്ചറുടെ മക്കൾ എവിടെ? ഹായ്. യെസ്. എല്ലാവർക്കും ടീച്ചറെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഒരു ടാറ്റ തന്നെ നോക്കട്ടെ. എല്ലാവർക്കും ടീച്ചറെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഉണ്ടല്ലോ. ആ ലാസ്റ്റ് ഇരിക്കുന്ന ആള് ഫസ്റ്റ് റോ അല്ലേ? ഫസ്റ്റ് വൺ ലാസ്റ്റിലത്തെ ഫസ്റ്റ് വൺ വൈറ്റ് അല്ല ഈ അറ്റത്തെ ആരത്? സൽമ. സൽമ കുട്ടിക്ക് ടീച്ചറെ കാണാൻ പറ്റണില്ലേ? ഹായ്. യെസ് ഓക്കെ സൽമ. ആ കാണാം അല്ലേ? സൽമ കുട്ടിയുടെ വേവ് ടീച്ചർക്ക് കിട്ടിയില്ല, അതാ ടീച്ചറെ വിളിച്ചേട്ടോ. ഓക്കെ വെരി ഗുഡ്. സോ മക്കളെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ടീച്ചറെ മുന്നേ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയെങ്കിലും ഒക്കെ വെച്ച് എന്തെങ്കിലും കണ്ടു പരിചയം ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. സോ നമ്മളും ഞാനും നിങ്ങളെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ സോ ടീച്ചറുടെ പേര് ആരതി എന്നാണ്. ഇനി മറന്നു പോകരുത് കേട്ടോ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ. ടീച്ചറുടെ പേര് ആരതി എന്നാണ്. സോ ഞാനാണ് ഇനി മുതൽ ബേസിക് സയൻസ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ സോ പേര് മറന്നു പോവോ? പേര് മനസ്സിലായോ? പേര് പഠിച്ചോ? ഇനിയിപ്പോ നിങ്ങളോട് ബേസിക് സയൻസ് ആരെടുക്കുന്നേ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ ഒരു മിസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയോ? ആരതി മിസ് ആണെന്ന് പറയണം കേട്ടോ. യെസ് മിൻഹ ഗുഡ് ഈവനിങ്. ഷെറിൻ ഗുഡ് ഈവനിങ്. എഡ്വിൻ ഗുഡ് ഈവനിങ്. വെരി ഗുഡ് മക്കളെ. കുറെ പേരുടെ കമന്റ് ഒന്നും കാണാനില്ലല്ലോ ടീച്ചർക്ക്. എല്ലാവരും ഒന്ന് ഗുഡ് ഈവനിങ് കമന്റ് ചെയ്തേ നോക്കട്ടെ. എന്റെ മക്കള് നന്നായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരാന്ന് എനിക്കറിയാലോ. പിന്നെ എന്താ കമന്റ് ചെയ്യാത്തെ? വേഗം കമന്റ് ചെയ്തേ ഗുഡ് ഈവനിങ്. നമ്മുടെ എല്ലാ ക്ലാസ്സിലും അങ്ങനെ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടീച്ചർ വന്ന് നിങ്ങൾ വിഷ് ചെയ്യില്ലേ? നമ്മുടെ സ്കൂളിൽ എങ്ങനെയാ? ടീച്ചർ വന്നിട്ട് വിഷ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് പറയും? ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലെ? ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വിഷ് ചെയ്യും അല്ലെ? അതേപോലെ മക്കളെ എല്ലാവരും ഒന്ന് ഗുഡ് ഈവനിങ്. യെസ് വെരി ഗുഡ്. അതാരാണ്? ഹൈറിൻ അല്ലെ? ഹൈറിൻ ഗുഡ് ഈവനിങ് മാം എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഗുഡ് ഈവനിങ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഗൗരി ഗുഡ് ഈവനിങ്. യെസ് വെരി ഗുഡ്. പിന്നെ ആരാണ്? സൽമ കമന്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. ഹായ്. യെസ് മെഹസ ഹായ് മിസ്. ഹലോ ഹായ്. ആദ്യമായിട്ട് കാണുന്ന ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളെ അല്ലെ. കുറെ നാളായി നിങ്ങളെ കാണണം പരിചയപ്പെടണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. ഇനി മുതൽ സെറ്റ് ആണ്. എല്ലാ ആഴ്ചയും ടീച്ചർ വരാം കേട്ടോ. എല്ലാ വീക്കിലും ടീച്ചർ വരാം. നമുക്കിങ്ങനെ മെല്ലെ 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 നന്നായിട്ടൊക്കെ പരിചയപ്പെടാം. യെസ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സെറ്റ് ആണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ മുന്നേ വന്ന ടീച്ചേഴ്സ് അല്ലെ, ബേസിക് സയൻസിന് ബേസിക് ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചേഴ്സ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നാലും ടീച്ചറുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ടീച്ചറുടെ മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കോ? ശ്രദ്ധിച്ചു കേൾക്കോ? യെസ് ഹായ്. റയാൻ ലിയോണ ഹായ്. എല്ലാവരും ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. ഹാൻഡ് റൈസ് ഒക്കെ ടീച്ചർ കണ്ടു വിളിക്കാട്ടോ. വിളിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യും മക്കളെ. ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്. നിങ്ങൾ എല്ലാവരും ന്യൂ ജോയിനീസ് ആണ് അല്ലെ? എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരോടും കൂടിയിട്ട് ടീച്ചർ പറയാണ് മക്കളെ, ക്യാമറ ഓൺ ചെയ്ത് വെക്കണം ത്രൂ ഔട്ട് സെഷൻ. ഓൺ ആണോ? സാർ ഒന്ന് നോക്കിക്കേ, പിന്നിലേക്ക് പോകട്ടെ. എല്ലാവരുടെയും ക്യാമറ ഓൺ ആണോ? അല്ലല്ലോ. കുറച്ച് മക്കളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ആരാണോ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാര്? ഒന്ന് പേര് വായിച്ചു സാർ. മുഹമ്മദ് സിനാൻ. പിന്നെ ശ്രീയ. പിന്നെ അത്രേ ഉള്ളൂ. രണ്ടുപേരാണ് ഒളിഞ്ഞിരുന്നത്. വേഗം ക്യാമറ ഓൺ ചെയ്യും മക്കളെ. വേഗം ക്യാമറ ഓൺ ചെയ്ത് വെക്കാട്ടോ. ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓഫ് ആക്കി കളിക്കണ്ട. എന്താണെന്നറിയോ? ടീച്ചർക്ക് നിങ്ങൾ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ക്യാമറ ഓൺ ചെയ്ത് വെക്കണം, സെറ്റ് ആക്കി വെക്കണം. പിന്നെ എങ്ങനെയാ നമ്മുടെ ക്യാമറ വെക്കണ്ടേ? എങ്ങനെ ക്യാമറ പ്ലേസ് ചെയ്യണ്ടേ മക്കളെ? ഇതുപോലെയാണ് ക്യാമറ വെക്കണ്ടേ കേട്ടോ. കുറെ മക്കളൊക്കെ ഇത് ഇങ്ങനെ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. മക്കളെ ഒന്ന് മാറ്റിക്കേ. ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. വെരി ഗുഡ്. കുറെ പേര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്യാത്ത ഒന്ന് രണ്ട് പേരുണ്ട് മക്കളെ. ക്യാമറ ഇങ്ങനെ പ്ലേസ് ചെയ്തേ. യെസ്. എന്തിനാ ഇങ്ങനെ വെക്കാൻ പറയണേന്ന് അറിയോ? നിങ്ങൾ അവിടെ ഇരിക്കുന്നതും ഇപ്പൊ ടീച്ചർ എഴുതാനൊക്കെ നോട്ട്സ് ഒക്കെ തരുമല്ലോ. അപ്പൊ അതൊക്കെ എഴുതാ ലാൻഡ്സ്കേപ്പ് മോഡ് അത് തന്നെ ഷെയർ. അപ്പൊ അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ഒന്ന് ആക്കി വെക്കണം കേട്ടോ. നിങ്ങൾ അവിടെ ഇരിക്കുന്നതും എഴുതുന്നതും ഒക്കെ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പേടിയുണ്ടോ ടീച്ചറിനെ? എന്നെ പേടിയുണ്ടോ? എന്നെ കണ്ടിട്ട് എന്താ തോന്നണേ? ഫസ്റ്റ് ക്ലാസ് ആണല്ലേ, ഒന്നും തോന്നുന്നില്ല. ഒന്ന് രണ്ട് ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ പറയാം അല്ലെ? ഓക്കെ. അപ്പൊ ഒരു പേടിയും വേണ്ട മക്കളെ. നിങ്ങൾക്ക് എന്താണോ സംശയമുള്ളത്, നിങ്ങൾക്ക് ഡൗട്ട് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കേൾക്കണോ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ക്ലാസ്സിൽ വെച്ച് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യാം? ഒന്ന് എങ്ങനെ ഹാൻഡ് റേസ് ചെയ്യാം അല്ലെ?
അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ഹാൻഡ് റൈസ് ചെയ്ത ആളെ വിളിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തു അല്ലെ? അപ്പൊ അതുപോലെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് ചെയ്തോണ്ടിരിക്കുക. ടീച്ചർ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ പറയാ, നിങ്ങളുടെ സംശയങ്ങൾ പറയാ, എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് ഈ പറഞ്ഞ 2 വഴികളിലൂടെ ചെയ്യാം കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞു, ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ നമുക്ക് സംശയം വരണേ. നമുക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? പഠിക്കുന്ന സമയത്താവും ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. അപ്പൊ എന്താ ചെയ്യാം പറഞ്ഞേ? നിങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ ഒരു രാത്രി 8 മണിയാകുമ്പോ പഠിക്കാനിരിക്കാന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ സംശയം വന്നു, എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഇത് ടീച്ചർ എല്ലാ ക്ലാസ്സിലൊന്നും പറയില്ല, ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഡൗട്ട് വന്നാൽ എന്താ ചെയ്യാ? അടുത്ത ക്ലാസ്സിൽ ഞാൻ വരണ വരെ വെയിറ്റ് ചെയ്തിരിക്കോ? ഒരാഴ്ച വെയിറ്റ് ചെയ്തിരിക്കോ? അതിന്റെ ആവശ്യമില്ല നമുക്ക് കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക്, നിങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ടീച്ചർ ഉണ്ടല്ലേ, ആ ടീച്ചർക്ക് ഒരു വോയിസ് അയക്കുക, ഇന്ന കാര്യം ഒന്ന് പറഞ്ഞു തരണം, ബേസിക് സയൻസ് എടുത്ത കാര്യം ഒന്നും ഇവിടെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ റിപ്ലൈ അയച്ചു തരാം കേട്ടോ. അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, ഹാപ്പി ആയിട്ട് കൂൾ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുക. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ടീച്ചർ പറയുന്ന കാര്യം അനുസരിക്കുക. അനുസരിക്കോ? അനുസരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് തന്നെ നോക്കട്ടെ. നല്ല മക്കളായിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് തന്നെ, ഒരു ഹാർട്ട് തന്നെ. അത് ഈ പറയുന്ന ക്യാമറ ഓൺ ആക്കാതെ മാത്രമല്ല, പഠിക്കുകയും വേണം നമുക്ക് അല്ലെ? അതിനാ നമ്മൾ ഇവിടെ ഇരിക്കണേ. ഈ 1 hour നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത് എന്തിനാ മക്കളെ? പഠിക്കാനായിട്ടാണ്. സോ അതുകൊണ്ട് ടീച്ചർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അന്നു തന്നെ പഠിച്ചു പോവാ. ഒരാളും പിറ്റത്തെ ദിവസത്തേക്ക് വേറെ ദിവസത്തേക്ക് ഒന്നും മാറ്റി വെക്കണ്ട. നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കുക. അത് കൂടെ പോണതും ഇത് കൂടെ പോണതും കുറെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലല്ലേ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. 1 മണിക്കൂർ നമ്മുടെ ക്ലാസ് മാത്രം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാം. ഓക്കെ, സോ അപ്പൊ 2 ഹാൻഡ് റൈസ് ഉണ്ട്, നമുക്ക് വിളിക്കാം. എന്തിനാണ് അവര് ഹാൻഡ് റൈസ് ചെയ്ത? ടീച്ചർ ഒന്നും എടുത്തിട്ടില്ല, ബട്ട് അവർക്ക് എന്തോ പറയാനുണ്ട്. ആരാത്? അക്ഷിത. ഹായ് അക്ഷിത, എന്താണ് മോളെ പറയൂ. ടീച്ചർ പറയുന്ന പകുതി എനിക്ക് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അറിയില്ല. ചിലപ്പോ മഴയൊക്കെ അല്ലേ, ചിലപ്പോ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവാം, റേഞ്ച് പ്രശ്നം ഉണ്ടാവാം, അതുകൊണ്ടാണ് കേട്ടോ കട്ടായി പോകുന്നേ. ഓക്കെ, യെസ്, ഓക്കെ. ഇനി ആരാ? സലീബ. ഓക്കെ സലീബ പറയൂ മോളെ, എന്താണ്? കുഴപ്പമില്ല. ടീച്ചർ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ടീച്ചർ ക്ലാസ് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് കുറച്ച് ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടെ ടീച്ചർ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇപ്പൊ മഴയാണെന്ന് അറിയാം, പല സ്ഥലത്ത് കറണ്ട് ഉണ്ടാവില്ല, വൈഫൈ കട്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ആ ക്ലാസ് ഒന്നുകൂടെ റീവാച്ച് ചെയ്യണം. അതുപോലെ ഒരിക്കലും ലീവ് എടുക്കരുത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാലും സപ്പോസ് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ എന്തായാലും ആ മിസ്സായ ക്ലാസ് കണ്ടിട്ട് മാത്രമേ പിന്നത്തെ ക്ലാസ്സിൽ വരാൻ പാടുള്ളൂ. കാരണം എന്താ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെയല്ലേ, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? അതുപോലെ ടീച്ചർ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ സമയത്ത് ഞാൻ ക്ലാസ് കണ്ടില്ല, അത് കട്ടായി, അത് ലീവായി, അങ്ങനെ ഒരു എക്സ്ക്യൂസും പറയരുത് കേട്ടോ. നല്ല മക്കളായിട്ട് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യണം. അപ്പൊ ശരി, അപ്പൊ നമുക്കിനി മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ മക്കളെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഇത്രയും നാള് നമ്മള് പല ചാപ്റ്റേഴ്സും പല സബ്ജക്ട്സും ഒക്കെ പഠിച്ച് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് വന്നേക്കാണ്. 5ാം ക്ലാസ്സിലേക്ക് എത്തിയേക്കാണ്, UP സെഷൻ അല്ലെ? UP സെഷനിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എല്ലാവരുടെ കാര്യം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട് തോന്നണോ? ഉണ്ടോ? ഉണ്ടല്ലോ. നോട്ട് ബുക്ക് ഉണ്ടോ? ഒന്ന് കാണിച്ചു തരോ ടീച്ചർക്ക്? നോക്കട്ടെ, പുതിയ നോട്ട്ബുക്കുകളൊക്കെ കാണട്ടെ. ഇല്ലല്ലോ, നോട്ട്ബുക്ക് ഇല്ലാതെ. ആ ലാസ്റ്റ് റോയിലെ സെക്കൻഡ് വണ്ണ, ഇപ്പൊ തേർഡ് വണ്ണായി, ബ്ലാക്ക്. മുഹമ്മദ് അയാനെ. ഉണ്ട്, കയ്യിലുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് കണ്ടു കേട്ടോ, ടീച്ചർ കണ്ടു, നോട്ട്ബുക്ക് ഒക്കെ കണ്ടു, വെരി ഗുഡ്. അപ്പൊ ടീച്ചർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതായത് നമ്മുടെ സ്ലൈഡിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ ടീച്ചർ പറയും ഇത് എഴുതണം എന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ മതി. വേറൊരു കാര്യം നിങ്ങൾ എഴുതണ്ട, ബിക്കോസ് അത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും നമ്മൾ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, അത് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നോട്ട്ബുക്ക് ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം നോട്ട്ബുക്ക് എടുത്തിട്ട് വരിക കേട്ടോ. കാരണം നമുക്ക് ഇന്ന് നോട്ട് എഴുതാനുണ്ട്, നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ ഇന്ന് നോട്ട് എഴുതാനുണ്ട്. നോട്ട്ബുക്ക് ആരുടെങ്കിലും കയ്യിലില്ലെങ്കിൽ ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരിക. പിന്നെ നമ്മുടെ വെക്കേഷനൊക്കെ കഴിയേണ്ട വിഷമത്തിലാണോ നിങ്ങൾ ഇരിക്കണേ? ഒരു ഉഷാറില്ലല്ലോ, ഇത് പറ്റി? വെക്കേഷൻ കഴിയാൻ പോവാണല്ലേ?
തിങ്കളാഴ്ച മുതൽ ഇനി വീണ്ടും ക്ലാസ്സിൽ പോകണം. ആ വിഷമാണോ സന്തോഷാണോ പറഞ്ഞേ, കമന്റ് ചെയ്തേ, നമുക്ക് ചോദിക്കാം ആരെടുത്തെങ്കിലും. വെക്കേഷൻ കഴിയണേന് ഹാപ്പി ആയിട്ടാണോ ഇരിക്കണേ, സാഡ് ആയിട്ടാണോ ഇരിക്കണേ? അൻസ, ഹായ് അൻസ. അനിയത്തിന്റെ വീട്ടിലായോണ്ട് ടെസ്റ്റ് നോക്കിയില്ല. കുഴപ്പമില്ല. നോട്ട് ഉണ്ടോ? അത് മതി. അനിയത്തിന്റെ മോനുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങള് റിലേറ്റീവ്സിന്റെ വീട്ടിലായിരിക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവണം എന്നില്ല, നോട്ട് ബുക്ക് ഉണ്ടാവണം എന്നില്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും ഒരു പേപ്പർ അറ്റ്ലീസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി വെക്കുക. ഇപ്പൊ അതൊന്നുമില്ല അവിടെ നിന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമല്ലോ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നോട്ടൊക്കെ കിട്ടുമല്ലോ, അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഹാപ്പി ആണെന്നാണ് എല്ലാരും പറയുന്നത്. മടിയുള്ള ഒരാള് പോലും ഇല്ല എന്റെ ക്ലാസ്സില്. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. ക്ലാസ് തുറന്നാ മതി, പോയാ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. ശരി, അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോകാണ് മക്കളെ. ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ദ ചെയിൻ ഓഫ് ലൈഫ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? കിട്ടിയോ? ഒന്ന് അവിടെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തേ മക്കളെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ദ ചെയിൻ ഓഫ് ലൈഫ്. കിട്ടിയോ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇത് നോട്ട് ബുക്കിലേക്ക് ഫസ്റ്റ് എഴുതി വെക്കാം അല്ലെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ ടൈറ്റിൽ നമ്മൾ എഴുതണം. അപ്പൊ എല്ലാവരും നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് എന്താ എഴുതാ? ചാപ്റ്റർ 1 എന്ന് എഴുതാ. അതിന്റെ താഴെ ദ ചെയിൻ ഓഫ് ലൈഫ് എന്നൊക്കെ എഴുതി ഒരു അണ്ടർലൈൻ ഒക്കെ വരച്ച് വേഗം സെറ്റ് ആക്കിക്കേ. കുറെ ഭംഗി പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ടൈറ്റിൽ എഴുതാ മതി, അത്രയും മതി. വേഗം എഴുതിക്കോ. ഒരാള് ഹാൻഡ് റൈസ് ഉണ്ടല്ലോ, ആരാധന? അക്ഷിത. യെസ്, അക്ഷിത അഗൈൻ. എന്താണ് മോളെ, പറയൂ. ഇപ്പോഴും എനിക്ക് ടീച്ചർ ഇപ്പം ലൈഫ് എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. കുഴപ്പമില്ല കേട്ടോ. എഴുതിയോ? ഡൺ. എഴുതി കഴിഞ്ഞ എല്ലാവരും ഡണ്ണ് കമന്റ് ചെയ്യണം കേട്ടോ. ആരാണ് ഏറ്റവും സ്പീഡിൽ എന്റെ ക്ലാസ്സിലെ ഏത് മോളാണ് ഏത് മോനാണ് ഏറ്റവും സ്പീഡിൽ എഴുതി കഴിയണേന്ന് ഞാൻ നോക്കട്ടെ. കമന്റ് ചെയ്താൽ മതി കേട്ടോ, കമന്റ് ചെയ്താൽ മതി. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഹാൻഡ് റൈസ്? എന്താണ് ആരോണേ പറഞ്ഞേ? ആരോമൽ. ഓക്കെ, ആരോമലെ എന്തു പറ്റി? ഹലോ ആരോമലെ, കേക്കാമോ ടീച്ചർ പറയുന്നേ? മോനൊന്ന് പറഞ്ഞേ, തിരിച്ച് സംസാരിക്കൂ, എനിക്ക് കേൾക്കുന്നില്ല ഒന്നും. സാറിന് കേൾക്കുന്നുണ്ടോ? ഇല്ല, മോൻ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ. ഇനി ആരാ നെക്സ്റ്റ്? ഒരു ഹാൻഡ് റൈസും കൂടെ ഉണ്ട്. അയാന, എന്താണ് മോളെ? എഴുതിയത് കാണിക്കാനാണോ മോളെ? അതിന് ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അതല്ലാത്ത വിശേഷങ്ങൾ കുറെ പറയാണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം. അതൊക്കെ കമന്റ് ഇട്ടാൽ മതി. ടീച്ചർ നിങ്ങളുടെ എല്ലാവരുടെ കമന്റ്സും കാണുന്നുണ്ട് കണ്ടോ. ഇപ്പൊ ലിയോണ, അതുപോലെ മെഹസ, സൽമ, മിൻഹ, കണ്ടോ, അവരൊക്കെ ഇതാ ഡൺ 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 കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ കമന്റ് ടീച്ചർ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ഇടാം. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ്. ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു വർക്ക് ഉണ്ട് കേട്ടോ. നമുക്കൊരു ടാസ്ക് ഉണ്ട്. റെഡി ആണോ? ടാസ്ക് ചെയ്യാൻ റെഡി ആണോ എവരിബഡി? ഒന്ന് വേവ് ചെയ്തേ. അവിടെ ഉണ്ടോ? എല്ലാവരും അവിടെ ഉണ്ടോ? യെസ്, ഉണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടൊരു ടാസ്ക് ആണ്. ടീച്ചർ വളരെ കഷ്ടപ്പെട്ട് വളരെ ഭംഗിയുള്ള ഒരു പിക്ചർ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. കാണാണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ ക്ലിയർ ആണോ? സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ടീച്ചർ പറയാൻ പോവാണേ. ലിസ്റ്റ് ഓഫ് ഓർഗാനിസംസ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പിക്ചറിൽ നിങ്ങൾ എന്തിനൊക്കെയാണോ കാണുന്നത് അതിന്റെ ഒക്കെ പേര് എഴുതണം. റെഡിയാണോ? ഈസി അല്ലേ? ഈസി ടാസ്ക് ആണ്. അപ്പൊ വേഗം നോട്ട് ബുക്കില് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ഓർഗാനിസത്തിന്റെ ഒക്കെ പേര് എഴുതിക്കേ. ഞാൻ വായിപ്പിക്കൂ കേട്ടോ, ഞാൻ വായിപ്പിക്കേ. എല്ലാവരുടെ നോട്ടിൽ ഉണ്ടാവണം. ഞാൻ എഴുതിയില്ല, ഞാൻ മറന്നുപോയി, ഞാൻ കേട്ടില്ല, അങ്ങനെ ഒന്നും പറയണ്ട. മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ട് വേഗം എഴുതിക്കേ. മക്കളെ, നിങ്ങൾ എന്തിനാ ഹാൻഡ് റൈസ് ചെയ്യണേ? വിളിക്കാം. സയോണ, പറയൂ, എന്താണ് സയോണ? ഇത് ഏത് ക്ലാസ് ആണോ?
ഇത് 5ാം ക്ലാസ് ആണ് സയോണ. ബേസിക് സയൻസിന്റെ ക്ലാസ്. സയോണ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി. സയോണ എവിടെയായിരുന്നു? ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തേ? ആ വെറുതെ അല്ല, കറക്റ്റ് സമയത്ത് കയറണം കേട്ടോ. 6:30 ആണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം. അപ്പൊ തന്നെ കേറിക്കോളൂ കേട്ടോ. ബേസിക് സയൻസ് ആണ്. എന്റെ പേര് കിട്ടിയോ? സബ്ജക്ട് എപ്പോഴാ കിട്ടിയ? എന്റെ പേര് കിട്ടിയോ? എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് ചോദിച്ച ബേസിക് സയൻസ് എന്നാണോ പറയാ? എന്റെ പേര് ചോദിച്ച ടീച്ചർ. ആ അതാ ടീച്ചർ പറഞ്ഞ ആരതി. പറഞ്ഞേ. ആ പാരതി മിസ് ആണ് ബേസിക് സയൻസ് എടുക്കണേ കേട്ടോ. ഇനി മറക്കോ? ഇല്ല, മിടുക്കി. ഇനി ആരെടുത്തത്? എന്താണ് അയന? പറഞ്ഞേ. അതെ, ഇതിൽ കാണുന്ന എല്ലാത്തിന്റെയും പേര് എഴുതാനാണ്. ആ പിന്നല്ലാതെ. ആ സിയോണയാണോ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആള്? സെക്കൻഡ് വൺ ആരാ? അനാമിക. അനാമിക മോളെ ക്യാമറ ഒന്ന് ശരിക്ക് വെക്കണേ. ഇങ്ങനെ വെക്കണം കേട്ടോ. ആ യെസ്, അനാമിക പറയൂ എന്താണ്? ബാക്കിയുള്ളവരൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡണ്ണ് കമന്റ് ചെയ്താൽ മതി, ടീച്ചർ വിളിക്കാം. അനാമിക കുട്ടി അവിടെ ഉണ്ടോ? വേഗം വേഗം അൺമ്യൂട്ട് ചെയ്യും മക്കളെ. ഇല്ല അനാമിക. ആ യെസ് പറയൂ. ടീച്ചർ ഞാൻ കേറിയുള്ളൂ. ആ ഒന്നുമില്ല. എന്ത് പറ്റി? ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ മോളെ, വേറെ ഒന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ. ഞാനാണ് ബേസിക് സയൻസ് എടുക്കുന്ന ടീച്ചർ. എന്റെ പേര് ആരതി എന്നാണ്. കിട്ടിയാ? ആ അപ്പൊ ഒന്നുമില്ല, ടീച്ചർ പറഞ്ഞത് ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അതിന്റെ പേരൊന്ന് എഴുതി വെക്കാനാണ് ടീച്ചർ പറഞ്ഞത്. ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ആരാ നെക്സ്റ്റ്? എന്താണ് എൽസ കുട്ടി? എന്താണ്? ആ ജീവികളുടെ. നിങ്ങൾ എന്തൊക്കെയാണോ ഈ പിക്ചറിൽ കാണുന്നത് അതിന്റെ മുഴുവൻ എഴുതിക്കോ കേട്ടോ. ജീവികൾ ഉണ്ടാവാം, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവാം, നോൺ ലിവിങ് ആയിട്ടുള്ളത് അതായത് ജീവൻ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവാം, അല്ലെ? പലതും ഉണ്ടാവാം. നിങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. അത്രേ ഉള്ളൂ. ഇനി ആരാ? സലീബ പറയൂ. ഇതിലെവിടെ തുമ്പി? തുമ്പി. ആ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ഓർഗാനിസങ്ങളും നമ്മൾ ലാസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പൊ കിട്ടുന്നത് എഴുതി വെക്കും. നോക്കാം, നമുക്ക് കിട്ടാത്തതും കിട്ടുന്നതൊക്കെ ഒരുമിച്ച് നോക്കാം. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് പറയാം. ആൻഡ് ഓൾസോ നമുക്ക് വേറൊരു ഫെസിലിറ്റി ഉണ്ട് അവിടെ. കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്തും പറയാം കേട്ടോ. അപ്പൊ കമന്റ് ചെയ്തോളൂ. കമന്റ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ ക്ലാസ്സില്? തുടക്കത്തിൽ ചിലപ്പോ പ്രശ്നം ഉണ്ടാവും, പക്ഷെ നമ്മളിത് പഠിക്കണം കേട്ടോ. ഫൈനൽ ആകുമ്പോഴേക്കും നമ്മള് എന്ത് പഠിക്കണം? ആ കറക്റ്റ് ആയിട്ട് നമ്മൾ കമന്റ് ചെയ്യാനായിട്ട് പഠിക്കണം. കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും ഡൺ. എല്ലാവരുടെയും ഡൺ ആണ്. ഓക്കെ, അപ്പൊ സാറ് ഏതെങ്കിലും ഒരാളെ വിളിച്ചോ. മുഹമ്മദ് മിറാഷ്. എന്തൊക്കെ ഓർഗാനിസംസ് ആണ് എഴുതിയിട്ടുള്ളത്? ഫിഷ്, ഡക്ക്, ഡ്രാഗൺ ഫ്ലൈ, ട്രീ, ഫ്രോഗ്, ബട്ടർഫ്ലൈ, റോക്ക്, ഫ്ലവർ, ലോട്ടസ്. ലോട്ടസ്. ആ വേറെ രണ്ടാൾക്കാരുണ്ടോ അവിടെ മിറാഷിന്റെ കൂടെ? ആരാണ് രണ്ടാമത്തെ ആള്? ഓക്കെ, എന്താ പേരെന്താ? ഓക്കെ, മെഹറിനും മിറാഷും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും കൂടെയാണ് പേര് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഓക്കെ, നോൺ ലിവിങ് ആയിട്ടുള്ളത് ഏതൊക്കെയാ മക്കളെ? നോൺ ലിവിങ് അതായത് ലിവിങ് അല്ലാത്തത് ഏതൊക്കെയാ പേര് കിട്ടിയത്? ഗ്രാസ് ഉണ്ട്. പിന്നെ ട്രീ, ഫ്ലവർ, റോക്ക്, പിന്നെ വാട്ടർ. ആ വാട്ടർ. ഓക്കെ മക്കളെ, നിങ്ങൾ പറഞ്ഞതിൽ ഈ വാട്ടർ, റോക്ക് അത് രണ്ടും ശരിയാണ്. അത് രണ്ടും ലിവിങ് അല്ല, ജീവൻ ഇല്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഗ്രാസ്, ഫ്ലവർ, ട്രീ എന്നൊക്കെ പറയുന്നത് ലിവിങ് ആണ് കേട്ടോ.
ഓക്കെ. കുഴപ്പമില്ല, നമ്മൾ ഇനി കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്ലാന്റ്സ് മ്യൂട്ട് ചെയ്തോ മക്കളെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലിവിങ് ആണ് കേട്ടോ. നമ്മൾ എന്താ വിചാരിക്കണേ, പ്ലാന്റ്സിന് ജീവനൊന്നും ഇല്ല, പ്ലാന്റ്സിന് ജീവൻ ഇല്ലാത്തതാണ്, അവർ ലിവിങ് അല്ല എന്നാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ അങ്ങനെയല്ല, പ്ലാന്റ്സ് ലിവിങ് ആണ്. നമ്മളെ പോലെ തന്നെ അവർക്കും ഗ്രോത്ത് നടക്കുന്നുണ്ട്, എല്ലാ വളർച്ചയൊക്കെ അവർക്കും നടക്കുന്നുണ്ട്, എല്ലാവിധ പ്രോസസ്സുകളും അവരിൽ നടക്കുന്നുണ്ട്. സോ പ്ലാന്റ്സിനെ ലിവിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. സോ അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് അതൊന്നും പഠിക്കാനില്ല, അറിഞ്ഞിരിക്കാം. ഓക്കെ. സോ നമുക്കിവിടെ ഒരുപാട് ഓർഗാനിസങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ ഡിയർ ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ഡക്ക് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഒരുപാട് ഓർഗാനിസങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന ഓർഗാനിസങ്ങൾ എല്ലാവരും പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇന്ററാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇന്ററാക്ട് ചെയ്യാന്ന് വെച്ചാ അല്ലെങ്കിൽ നമുക്ക് പറയാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഇപ്പൊ ടീച്ചറും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കണോ, നിങ്ങൾ എനിക്ക് ആൻസർ പറയണോ, അല്ലെ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെ? അതേപോലെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ഓർഗാനിസങ്ങള് പരസ്പരം, അതിൽ ലിവിങ് ഉണ്ടാവും, നോൺ ലിവിങ് ഉണ്ടാവും. അത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണ്ട. ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാവരും പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടാണ് ജീവിക്കണേ. എന്താ ചെയ്തിട്ടാ ജീവിക്കണേ? ഇന്ററാക്ട് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെ? ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ, ഇവരെല്ലാവരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം. ഇതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ എഴുതി തരാം, അതൊക്കെ പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലേക്ക് വെക്കുക. എന്താണ് മക്കളെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്ഥലം. ഈ സ്ഥലത്തിന് നമുക്ക് എന്ത് പേരിടാം? ഇതൊരു പാർക്കാന്ന് വെക്കാം. ഒരു പാർക്കാണ് ഇത്. പാർക്കിലെ ഒരു സ്ഥലം, പാർക്കാണിത്. അപ്പൊ ഈ പാർക്കില് ഒരുപാട് ജീവികൾ, നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഒരുപാട് ജീവികളെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാവരും പരസ്പരം ബിറ്റ്വീൻ, അല്ലെ, അവർ തന്നെ ഓർഗാനിസങ്ങൾ തമ്മിൽ തന്നെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്, പരസ്പരം ഒരു ബന്ധമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കിട്ടിയോ? ഇതിന്റെ നോട്ട്സ് ഒക്കെ തരാൻ ടീച്ചർ എഴുതി തരാനൊക്കെ തരാം, സെറ്റാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊരു എക്കോസിസ്റ്റം ആണ്. വേറൊരു എക്കോസിസ്റ്റം ടീച്ചർ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതെന്താ സാധനം? കണ്ടിട്ട് മനസ്സിലായോ? ഇത് കണ്ടിട്ട് എന്താ തോന്നണേ നിങ്ങൾക്ക്? ഒന്നും തോന്നുന്നില്ല. ഒരു ഫ്രോഗ് അവിടെ കിടന്ന് ഹായ് കാണിക്കുന്നുണ്ട്, അത് മാത്രം മനസ്സിലായേ? ഇത് നേരത്തെ ടീച്ചർ പാർക്ക് എന്ന് പറഞ്ഞില്ലേ? നേരത്തെ പാർക്ക് കണ്ടു നമ്മൾ, ഒരു ഏരിയ. അതേപോലെ മറ്റൊരു സ്ഥലമാണ്, മറ്റൊരു സ്ഥലമാണിത്. ഇത് ഏതാ സ്ഥലം? ആർക്കും കിട്ടിയില്ല. അത് എന്താന്ന് മനസ്സിലായേ ഇല്ല ആർക്കും. കുറെ വെള്ളമുണ്ട്, അല്ലെ? ഒരു ഫ്രോഗ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എന്താന്ന് മനസ്സിലായില്ല? കമന്റ് ചെയ്തേ മക്കളെ. ടീച്ചർ അതാ ചോദിക്കണേ. ലിയോണ കമന്റ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. അതായത് കമന്റ് ചെയ്ത് നമുക്ക് സ്പീഡ് ഉണ്ടാവണം കമന്റ്. അതുകൊണ്ട് ടീച്ചർ പറയുന്ന കമന്റ് ചെയ്യുന്നുള്ളു കേട്ടോ. ഇത് പോണ്ടാണ് അല്ലേ? ഇതൊരു കുളല്ലേ? ഇതൊരു പോണ്ടല്ലേ? സോ ഈ പോണ്ട് എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ്. കാരണം എന്താ? ഇവിടെ വാട്ടർ ഉണ്ട്, ഗ്രാസ് ഉണ്ട്, അല്ലെ, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, പലവരും ഇവിടെ ഉണ്ട്. ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്. ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം ബന്ധമുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബന്ധത്തിലാണ് ഇവർ ജീവിക്കുന്നത്. സോ ആ ഏരിയ എന്താണ്? ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പൊ പോണ്ടാണ് ശരിക്കും നമ്മൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പോണ്ടിനെയാണ്. കാരണം പോണ്ടിനകത്ത് തന്നെ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ലിവിങ് എന്ന് പറയുമ്പോൾ ആരാ? ഫ്രോഗ് ഉണ്ടാവും, ചെറിയ ഫിഷ് ഉണ്ടാവും, അല്ലെ, ചെറിയ ഇൻസെക്റ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ സ്നേക്ക് ഉണ്ടാവും. അങ്ങനെ പലവരും നമ്മുടെ ഒരു പോണ്ടിനകത്ത് ലിവിങ് ആയിട്ടുള്ളവരിൽ ഉണ്ടാവും. നോൺ ലിവിങ് ആയിട്ട് ആരൊക്കെ ഉണ്ടാവുക? ഇതുപോലെ ആരുണ്ടാവുക? സാൻഡ് ഉണ്ടാവും, റോക്ക് ഉണ്ടാവും, സ്റ്റോൺസ് ഉണ്ടാവും, കല്ലുകൾ ഉണ്ടാവും. അതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള സ്ഥലത്ത് നോൺ ലിവിങ് ആയിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ലിവിങ് ആയിട്ടുള്ളവരും നോൺ ലിവിങ് ആയിട്ടുള്ളവരും ഒരു ഏരിയയില് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എക്കോസിസ്റ്റത്തിന് വേറെയും കുറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ, ഈ മുകളിൽ കാണുന്ന എന്താ? നല്ല പച്ച വിരിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് അല്ലെ? ഇതെന്താ സംഭവം? എന്താ? പലരും പല പേരായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക. കുഴപ്പമില്ല, കമന്റ് ചെയ്തോ.
തെറ്റിയാലും പ്രശ്നമൊന്നും ഇല്ലാന്നേ, നമ്മൾ പഠിക്കാൻ പോണ കാര്യല്ലേ. എന്താണ് ഈ പച്ച വിരിച്ചിങ്ങനെ കിടക്കണേ? പാടാണോ? ഫീൽഡ് ആണോ ഇത്? ആണോ? വയലാ ഗൗരി? വയല, ഫോറസ്റ്റ്, വയല്, പിന്നെ ഇനിയുണ്ടോ? ഗസ് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതാണോ മനസ്സിലേക്ക് വരുന്നേ? ഗാർഡൻ. പിന്നെ യെസ്, ആരാണ് കറക്റ്റ് കമന്റ് ചെയ്ത? ഷെറിൻ അല്ലേ ലാസ്റ്റ് കമന്റ്? ഷെറിൻ ആണ് കറക്റ്റ് കമന്റ് ചെയ്തേ. ഇതെന്താണ്? ഇതൊരു ഗ്രാസ് ലാൻഡ് ആണ് മക്കളെ. പുൽമേടുകൾ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ? നായികനെ ഓടിച്ചാടി നടക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ? ഇതാണ് ഗ്രാസ് ലാൻഡ്. അപ്പൊ ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എന്താ? ആ ഒരു സ്ഥലം, അവിടെ കുറെ ജീവികളുണ്ട്, അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കണം. അതൊരു എക്കോസിസ്റ്റം ആണ്. അപ്പൊ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പൊ എക്കോസിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ടീച്ചർ ഇത്രയും എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് എഴുതാം, അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്താണ് എക്കോസിസ്റ്റം എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. അതിനാണ് ഞാൻ ഇത്രയും എക്സാമ്പിളുകൾ വെച്ച് പറഞ്ഞു തരുന്നത്. ഗ്രാസ് ലാൻഡ് ഒരു എക്കോസിസ്റ്റം ആണ്. കാരണം എന്താ? ഗ്രാസ് ലാൻഡിനകത്ത് ജീവനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ജീവൻ ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. എന്തോ ആയിക്കോട്ടെ, അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അവർ അവിടെ ജീവിക്കുന്നുണ്ട്. സോ വി കൺസിഡർ ഗ്രാസ് ലാൻഡ് ഈസ് എൻ എക്കോസിസ്റ്റം. കിട്ടിയോ? ഇനി എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്താ എഴുതുക? എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. നമ്മുടെ ആക്ടിവിറ്റി ആണല്ലോ നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എക്കോസിസ്റ്റം. എന്താ നിങ്ങൾ എഴുതുക? നമ്മളിപ്പോ എത്ര എക്സാമ്പിൾ പഠിച്ചു ഇവിടെ? പോണ്ട് പഠിച്ചു, പോണ്ട് എഴുതാം, ശരിയാണ്. ഗ്രാസ് ലാൻഡ് എഴുതാം, അതും ശരിയാണ്. ഇനി അടുത്താണ് നമുക്ക് നോക്കാം. യെസ് അയന. അടുത്തത് ഇനി സെക്കൻഡ്. ഇതാരാ? ഇതെല്ലാവർക്കും അറിയാലോ. ഇതെന്താ സംഭവം? ഒരു ഹാൻഡ് റൈസ് വിളിക്കാം. മരുഭൂമി. യെസ്. ആരാത്? മിന. യെസ് മിന, പറയൂ മോളെ, എന്താണ് മരുഭൂമി? അത് പറയാനാ ഹാൻഡ് റൈസ് ചെയ്തേ? യെസ് മോളെ, കമന്റും കൂടെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഡെസേർട്ട് ആണല്ലേ, മരുഭൂമിയാണ്, സംശയമൊന്നും ആർക്കും ഇല്ല. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഡെസേർട്ട് ആണ്, അതിൽ ആർക്കും സംശയമൊന്നുമില്ല. മരുഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മരുഭൂമിയിൽ ആരൊക്കെ ഉണ്ടാവാ? ഒന്ന് കമന്റ് ചെയ്തേ. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലിവിങ് ആയിട്ടുള്ളതും വേണം, നോൺ ലിവിങ് ആയിട്ടുള്ളതും വേണം. മരുഭൂമിയിൽ ഇപ്പൊ ആരാ ലിവിങ്? ആരെങ്കിലും ഉണ്ടോ മരുഭൂമിയില്? ഡെസേർട്ടില് ലിവിങ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ ഉള്ളേ? ക്യാമൽ ഉണ്ട് നമുക്ക് അല്ലേ? ഒട്ടകങ്ങളുണ്ട്. പിന്നെ സ്നേക്ക് ഉണ്ട്, ഡെസേർട്ട് സ്നേക്സ് ഉണ്ടാവും. പിന്നെന്താ? പിന്നെ ആരാ ഉണ്ടാവാ? ക്യാറ്റസ് ഉണ്ടാവും. അത് പ്ലാന്റ്സിന്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോ ക്യാറ്റസ് ഉണ്ടാവും അവിടെ. പിന്നെ ഒരുപാട് ഇൻസെക്റ്റുകൾ ഉണ്ടാവില്ലേ മക്കളെ? മരുഭൂമിയിലൊക്കെ ഇഷ്ടപ്രകാരം പല വെറൈറ്റീസ് ഓഫ് ഇൻസെക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലിവിങ്ങിലേക്ക് വന്നു. നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തപ്പോ വി ഗോട്ട് സോ മെനി തിങ്സ്. ഒരുപാട് പേര് നമുക്ക് ലിവിങ്ങിൽ കിട്ടി. ഇനി നോൺ ലിവിങ് ഒന്ന് പറഞ്ഞേ. നോൺ ലിവിങ് ആരോ ഉള്ളേ മരുഭൂമിയിലെ? നോൺ ലിവിങ് ആയിട്ടുള്ളത്, അതായത് ജീവൻ ഇല്ലാത്തത് മരുഭൂമിയിൽ ആരോ ഉള്ളത്? അതാ കിടക്കണു അല്ലേ, സാൻഡ്. എന്താണ്? മണൽ, ജീവനൊന്നും ഇല്ല, ഇഷ്ടപ്രകാരമുണ്ട്, സാൻഡ്. ഓക്കെ. പിന്നെ ആരാ? സൺലൈറ്റ് ഉണ്ട്, ഇഷ്ടപ്രകാരം സൺലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്. അതെന്താണ്? അതും നോൺ ലിവിങ് ആണ്. സൺലൈറ്റ് ഇഷ്ടപ്രകാരം ഉണ്ട്, മരുഭൂമിയിൽ കിട്ടും, അതും നോൺ ലിവിങ് ആയിട്ടുള്ളതാണ്. മുൾച്ചെടി, ചെടികളൊക്കെ ലിവിങ് ആണ് കേട്ടോ മക്കളെ, മനസ്സിലാ? ഓക്കെ. ഹീറ്റ് നമുക്ക് സൺലൈറ്റ് എന്ന് പറയാം കേട്ടോ, അതാണ് കുറച്ചും കൂടെ നല്ലത്. മിൻഹ, ഹീറ്റിനേക്കാളും സൺലൈറ്റ് എന്ന് പറയാം നമുക്ക്. ഓക്കെ. അപ്പോ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ലിവിങ് ആയിട്ടുള്ളവരുണ്ടാവും, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ടാവും. ഇവര് പരസ്പരം ഇന്ററാക്ട് ചെയ്യണു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആൻ എക്കോസിസ്റ്റം. ഓക്കെ. ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി അഗെയിൻ എക്സാമ്പിൾസ്. ഇതെന്താ സാധനം? നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നണേ? കമന്റ് ചെയ്തോ. നിങ്ങളുടെ ഗസ്സുകളാണ് ടീച്ചർക്ക് വേണ്ട കേട്ടോ, അല്ലാതെ കറക്റ്റ് പെർഫെക്റ്റ് ആൻസർ അല്ല എനിക്ക് വേണ്ടത്. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മതി. ഇങ്ങനെയൊക്കെ ക്ലാസ്സിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഗസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ വേഗം ഒന്ന് ഗസ് ചെയ്ത മക്കളെ, എവ്രിബഡി. അതൊക്കെ അവര് കമന്റ് ചെയ്യും, ഞാൻ ഇതൊന്നും ഗസ് ചെയ്യില്ല. അങ്ങനെ ഇരിക്കണ്ട ആരെങ്കിലും ഇവിടെ?
അങ്ങനെ ആരെങ്കിലും ഇരിക്കണ്ടെങ്കിൽ ഞാൻ അതെപ്പോ പിടിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ അവരെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും, വേഗം കമന്റ് ചെയ്തോ. അതൊക്കെ അവര് പറയും. ഞാൻ ഇവിടെ ഒന്നും പറയാതെ കമന്റ് ചെയ്യാതെ ഞാൻ എവിടെ ഇരിക്കുകയുള്ളൂ അങ്ങനെ വിചാരിച്ചിരിക്കണ്ട ഇവിടെ ആരെങ്കിലും. ആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാളെ വിളിച്ചു. മിൻഹ കമന്റ് ചെയ്യുന്ന മോളാ. ഇനി കമന്റിൽ കാണാത്ത ഏതെങ്കിലും പേരുകൾ ഉണ്ടോ? ആരോമൽ നമ്മൾ ഓൾറെഡി വിളിച്ചു. ദിയ, ദിയയുടെ കമന്റ് ശരിയാണല്ലോ. ദിയയുടെ കമന്റ് ഞാൻ കണ്ടില്ലല്ലോ. ദിയ അൺമ്യൂട്ട് ചെയ്തേ, കമന്റ് ചെയ്തോ. എന്താണ് കേട്ടില്ല മോളെ, ഒന്നുകൂടെ പറയോ. ദിയ കമന്റ് ചെയ്തായിരുന്നോ? ആ ഇല്ല, ടീച്ചർ പേര് കണ്ടില്ല, അതാ വിളിച്ചേട്ടോ. മോളെ കമന്റ് ചെയ്യാൻ പഠിച്ചോ? കിട്ടുന്നുണ്ടോ കമന്റ് ചെയ്യാൻ? വേഗം ചെയ്യാൻ. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് മെല്ലെ മെല്ലെ ശരിയാവും. അപ്പൊ മോൾക്ക് ആൻസർ പറയണം എന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത ടീച്ചർ വിളിക്കാട്ടോ. ദിയ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടില്ല കേട്ടോ ടീച്ചർ കേട്ടോ. ആ മോൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അത് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചെടുക്കാം. എന്ത് ചെയ്താൽ മതി. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത ടീച്ചർ വിളിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ടീച്ചർ വിളിച്ചോളാം. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത്. കാരണം കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, കുറച്ച് ഒരു ഏരിയ മൊത്തം ഇങ്ങനെ വാട്ടറി ആയിരിക്കും, ആൻഡ് ഓൾസോ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ആ എക്കോ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് വെറ്റ് ലാൻഡ്. വെറ്റ് ലാൻഡ് കേട്ടാ, വെറ്റ് ലാൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിന് പല പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ശരിക്കും ഇതിന്റെ പേര് എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ് ആണ്. തിരുത്തിക്കോളൂ കേട്ടോ, തെറ്റായിട്ട് ആൻസേഴ്സ് പറയുന്നവരൊക്കെ തിരുത്തുക. ഒരു വാട്ടർ ഏരിയ ഉണ്ടാവും, ആൻഡ് ഓൾസോ അവിടെ ഒരു ഫോറസ്റ്റ് ലൈക്ക് ഏരിയ ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് വെറ്റ് ലാൻഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, വെറ്റ് ലാൻഡ്. അപ്പൊ വെറ്റ് ലാൻഡ് ഒരു എക്കോസിസ്റ്റം ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഉണ്ട് ലിവിംഗ് ആയിട്ടുള്ളവരും നോൺ ലിവിംഗ് ആയിട്ടുള്ളവരും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, ആൻഡ് ഇറ്റ്സ് നോൺ ആസ് എക്കോസിസ്റ്റം. അവസാനത്തെ ആളാരാ? ഇത് പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവരിബഡി നോസ്, എല്ലാവർക്കും അറിയണ്ടാവല്ലോ. അവസാനം ഇതെന്തത്? അവസാനത്തെ സ്ഥലം ഏതാണ് മക്കളെ? ഏതാണ്? ഈ ഹാൻഡ് റൈസ് ചെയ്തവർ ആൻസർ പറയാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. വിളിക്കാം സാർ. അയന. എന്താണ് അയന? പറയൂ. ഹലോ, എന്താണ്? ആണോ? ഓക്കെ ഫൈൻ. അപ്പൊ ഹാൻഡ്സ് ഡൗൺ ചെയ്തോ. ഇനി ആരാ? ഇല്ല. ഓക്കെ മക്കളെ, നമ്മളിതിനെ നിങ്ങൾ പല പേരുകൾ പറഞ്ഞു. സ്നോ ലാൻഡ് എന്ന് പറഞ്ഞു, പിന്നെന്താ സ്നോ ഏരിയ, പല കമന്റ്സ് ഒക്കെ കണ്ടു. പക്ഷെ ശരിക്കും ഇതിന് എന്താ പറയാന്നറിയോ? തുന്ദ്ര. പറഞ്ഞേ തുന്ദ്ര. സോറി, 1 2 3 തേർഡിലെ ഫസ്റ്റ് വൺ ആരാ? അടുത്താടെ അൻസില. ഹലോ അൻസില മോളെ, ക്യാമറ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യോ. ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചോളൂ കേട്ടോ. കൈ പിടിച്ച് നടക്കേണ്ട, ഒരാളും ക്യാമറ കയ്യിൽ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ. കാരണം ഒരു 1 അവർ ക്യാമറ ഇങ്ങനെ ഫോൺ കൈ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമറ ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ സീറ്റിൽ ഇരിക്കാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തുന്ദ്ര എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ആൻഡ് തുന്ദ്ര ഇസ് ഓൾസോ ആൻ എക്കോസിസ്റ്റം. ഇതും ഒരു എക്കോസിസ്റ്റം ആണ്. അപ്പോ എക്കോസിസ്റ്റത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു മക്കളെ. എന്താണ് എക്കോസിസ്റ്റം? എഗെയിൻ ആൻഡ് എഗെയിൻ ടീച്ചർ റിപ്പീറ്റ് ചെയ്യാണ്, ശ്രദ്ധിക്കുക. എവരിബഡി ശ്രദ്ധിച്ചേ, വേവ് ചെയ്തേ. ഉണ്ടോ അവിടെ? ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ആരവിടെ മടി പിടിച്ചിരിക്കണം വേവ് ചെയ്യാതെ? സെക്കൻഡ് റോയിലെ ലാസ്റ്റ് സെക്കൻഡ് വൺ. ആരത്? തമീസ്. എന്താ തമീസ് വേവ് ചെയ്യാത്തെ? അൺമ്യൂട്ട് ചെയ്തേ. തമീസേ, ടീച്ചർ വിളിക്കുന്നത് കേൾക്കാമോ? ഹായ്, ഹലോ. എന്താ ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പിന്നെ എന്താ വേവ് ചെയ്യാതിരുന്നേ? എക്കോസിസ്റ്റം എഴുതിയോ അപ്പോഴേക്കും? അത് എഴുതണ്ട, ടീച്ചർ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ നിങ്ങൾക്ക് എഴുതാനുള്ള, എനിക്കറിയാം നിങ്ങൾ കുഞ്ഞുമക്കളാണ്, സമയം ഉണ്ടാവും, എഴുതാൻ സമയം എടുക്കുന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ടീച്ചർ എഴുതാനുള്ള സമയമൊക്കെ തരാം, അപ്പൊ എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ കുഴപ്പമില്ല മോനെ, ജസ്റ്റ് പറഞ്ഞു തേടൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് അറിയോ? നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കും, ടീച്ചർ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് രണ്ടും നടക്കില്ല. ഞാൻ പറയണതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല. അത് ടീച്ചർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. സമയം തരാം ഞാൻ. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഏരിയ
and that area have living things and non-living things, and these things are interact with between each other. അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യണോ ആൻഡ് an ഏരിയനെയാണ് നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ നമുക്ക് എന്താണ് എക്കോസിസ്റ്റം എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോ എക്കോസിസ്റ്റം എന്താണെന്ന് മനസ്സിലായവര് മാത്രം ഇത് നോട്ടിലേക്ക് എഴുതിയാൽ മതി. മനസ്സിലാകാത്തവരെ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുക. ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? എക്കോസിസ്റ്റം എന്താണെന്ന് എനിക്ക് കിട്ടിയവര് മാത്രം എഴുതിയാൽ മതി നോട്ടിലേക്ക്. കിട്ടാത്തവര് ഹാൻഡ് റൈസ് ചെയ്യുക. ടീച്ചർ അവരെ വിളിച്ച് വീണ്ടും പറഞ്ഞു തരാനാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ എഴുതിയെടുത്തോളൂ വേഗം കേട്ടോ. മാക്സിമം സ്പീഡിൽ എഴുതാനായിട്ട് നോക്കാം. അപ്പൊ ഈ ഓക്കെ മക്കളെ, ഈ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് എക്കോസിസ്റ്റം എന്താന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? അതല്ലേ? ആരെങ്കിലും ഒന്ന് തലയാട്ടിക്കേ. ഹാൻഡ് റൈസ് ചെയ്തവർക്ക് എക്കോസിസ്റ്റം എന്താന്ന് കിട്ടിയിട്ടില്ല. കിട്ടാത്തവരെ മാത്രമല്ല ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും കാരണങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച്, ബാക്കിയുള്ളവർ എഴുതിക്കോളൂ, നിങ്ങളിത് ശ്രദ്ധിക്കണ്ട, ബാക്കിയുള്ളവർ നോട്ട് എഴുതിക്കോളൂ. മനസ്സിലാവാത്ത മക്കള് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്, ബാക്കിയുള്ള എക്സാമ്പിൾ ഒക്കെ പോട്ടെ, നിങ്ങളുടെ വീട് എടുക്കാം നമുക്ക്. വീട്, ആ വീട്ടിനകത്ത് ലിവിങ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളത് അല്ലേ? അതിനാണ് ലിവിങ് എന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ വീടിനകത്ത് ലിവിങ് ആയിട്ട് കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ ലിവിങ് ആയിട്ട്? എന്തൊക്കെയാ നിങ്ങളുടെ വീട്ടിലുണ്ടാവാ? എന്തൊക്കെയാ ഉണ്ടാവാ? നിങ്ങൾ തന്നെ അല്ലേ? മനുഷ്യന്മാര്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തി, ചേട്ടൻ, ചേച്ചി, അനിയൻ, നിങ്ങൾ ലിവിങ് ആണ്. അത് കൂടാതെ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പാറ്റി ഉണ്ടാവും, പ്രാണി ഉണ്ടാവും, പല്ലി ഉണ്ടാവും അല്ലേ? അതൊക്കെ ലിവിങ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് നോൺ ലിവിങ് ആയിട്ടുള്ളവരും ഉണ്ടാകും. നോൺ ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത ആൾക്കാരും നിങ്ങളുടെ വീട്ടിലുണ്ട്. അതാരൊക്കെയാ ജീവനില്ലാത്ത? മേശ, കസേര, പേന, പുസ്തകം. മനസ്സിലായോ? അതാണ് നോൺ ലിവിങ് എന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ലിവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ജീവനുള്ളതുമുണ്ട്, അതേപോലെ നോൺ ലിവിങ് ആയിട്ടുള്ളതുമുണ്ട്, ജീവനില്ലാത്ത ആൾക്കാരുണ്ട്. ഇവര് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ആവുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ മേശയുടെ പുറത്തിരുന്നിട്ട് എഴുതുന്നേ, നിങ്ങൾ ചെയറിലാണ് ഇരിക്കുന്നത് അല്ലെ? നിങ്ങൾ പേന യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ ലിവിങ്ങും നോൺ ലിവിങ്ങും അവിടെ കണക്ട് ആയി, പരസ്പരം ബന്ധപ്പെട്ടു, റിലേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തു. അപ്പൊ ഇതേപോലെ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെ? വാട്ടർ ലിവിങ് അല്ല, പക്ഷെ നിങ്ങൾ അതുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതും പരസ്പരം കണക്ട് ആവണോ? ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ വീട് ഒരു എക്കോസിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? നിങ്ങളുടെ വീട്ടില് ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്. പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട് പരസ്പരം അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട് എന്താ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം. കിട്ടിയോ? മനസ്സിലായോ മക്കളെ? ഈ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് കിട്ടിയോ? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ ചെയ്തോളൂ കേട്ടോ. എഗെയിൻ ഡൗട്ട് ഉണ്ട്, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എഴുതി കഴിഞ്ഞ മക്കളെ? ആരുടെയും ഡണ്ണൊന്നും കണ്ടില്ലല്ലോ, കഴിഞ്ഞിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എഴുതിക്കോ, വേഗം എഴുതിക്കോ. ഇനിയും സംശയമുണ്ട് ഫർദർ, ഞാൻ ആരും കുറ്റമൊന്നും പറയില്ല കേട്ടോ. ചിലർക്ക് 1, 2, 3 തവണ പറഞ്ഞാലേ ചിലപ്പോൾ കിട്ടുള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. നിങ്ങളത് എന്നോട് പറഞ്ഞാൽ മതി. ഇനിയും റിപ്പീറ്റ് ചെയ്യണം, ഇനിയും കേൾക്കണം, ഇനിയും പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്ന ടീച്ചർക്ക് അറിയില്ല നിങ്ങൾക്കത് മനസ്സിലായിട്ടാണോ ഇരിക്കണേ, മനസ്സിലാവാതെയാണോ ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഷെറിന്റെ കഴിഞ്ഞിട്ടുണ്ട്, ഡൺ. മോളെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അക്ഷിത ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക. അക്ഷിത കമന്റ് ചെയ്യാ. പിന്നെ മിന്ന കമന്റ് ചെയ്തോളൂ. ഡൺ. ഒരാളുടെ കഴിഞ്ഞിട്ടുള്ളൂ, ഷെറിന്റെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ഡണ്ണേ ടീച്ചർക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കമന്റ് ബോക്സില് മോളെ അതൊന്ന് വായിച്ചോളൂ കേട്ടോ. ഷെറിൻ, നിങ്ങൾ എഴുതിയതൊന്ന് വായിച്ചു നോക്ക, എന്നിട്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആരാണത്? അജ്മി.
അജ്മി ടീച്ചർ പറഞ്ഞത് അബൌട്ട് എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള ആളുകളുണ്ട്. അവർ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യണു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു, പരസ്പരം ബന്ധപ്പെടുന്നു. അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലിവിങ് എന്ന് പറയുമ്പോൾ അവിടെ ജീവികൾ, ജീവനുള്ളത് അല്ലെ, പ്ലാന്റ്സ്, അനിമൽസ്, അതൊക്കെ. നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ വാട്ടർ, വെള്ളം, സോയില് അല്ലെ, മണല്, അതൊക്കെ നോൺ ലിവിങ് ആണ്. പക്ഷെ അവർ പരസ്പരം കണക്ട് ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്നിട്ട് അവർ ജീവിക്കുന്നു, അവരെ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് അവർ ജീവിച്ചു പോവാണ്. അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ അജ്മി. കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? വേഗം എഴുതിക്കേ. നിങ്ങൾക്ക് ആകെ 1 hour ഉള്ളൂ കേട്ടോ. അതൊന്നും ഓർമ്മയിൽ വെക്കണേ. എനിക്കറിയാം നിങ്ങൾ എഴുതാനൊക്കെ ഇത്തിരി സമയം ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ടീച്ചർ പറയാണ് മാക്സിമം സ്പീഡിൽ എഴുതാൻ നോക്കുക. നമുക്ക് ആകെ 1 hour അല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. കഴിഞ്ഞോ? എഴുതാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും? സാർ ഒന്ന് നോക്കിക്കേ. നോട്ട് എഴുതാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഇനി എന്റെ ക്ലാസ്സില്? ഞാൻ കാണിച്ചു തരാനൊക്കെ പറയൂ കേട്ടോ. നോട്ട് ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ പറയും. ആ സമയത്ത് ഇതൊക്കെ നോട്ട് ഉണ്ടാവണം. മൂന്നാമത്തെ ആളാരാ? വൈഗ കുട്ടീനെ അവിടെ കാണാനില്ലല്ലോ. സോഫയാണ് ടീച്ചർക്ക് കാണുന്നത്. വൈഗ ഒന്ന് പിൻ ചെയ്തേ. മാം വൈകിട്ട് വയ്യാതിരിക്കായിരുന്നു, അത്രയും മാമിനോട് പറഞ്ഞിരുന്നു. കേട്ടാ മതി എന്ന് പറഞ്ഞായിരുന്നു. ശരി ശരി, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അത് മതി. ആ ഉണ്ട്. ഫൈൻ. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചർ പറഞ്ഞു തരട്ടെ മക്കളെ? എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? കഴിഞ്ഞോ? ഓക്കെ, യെസ്, ഡൺ. യെസ് ഹൈറിങ്. അപ്പൊ എന്താണ്? ഒന്നുമില്ല, ടീച്ചർ ഇത്രയും നേരം ഒരു 45 മിനിറ്റ് ആയിട്ട് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ എഴുതിയത് കേട്ടോ. എക്കോസിസ്റ്റം തന്നെയാണ് പറയുന്നത്. ആൻഡ് എക്കോസിസ്റ്റം ഇസ് മേഡ് അപ്പ് ഓഫ് ഓൾ ഓഫ് ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആൻ ഏരിയ. ഒരു ഏരിയയില് ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള തിങ്സ്, സാധനങ്ങൾ ഉണ്ടായിരിക്കും എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ. ആരൊക്കെ ആയിരിക്കാം? ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് ലിവിങ് ആണ്, animals living ആണ്, and other living things, and also non living materials അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആരൊക്കെയാ? വാട്ടർ, റോക്ക്, സോയിൽ, സാൻഡ്, അങ്ങനെയുള്ളതും ഉണ്ടാവും. അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു. ആൻഡ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി ഡൗട്ട് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോ ഇനി ഡൗട്ട് വന്നു വെച്ചാൽ തെറ്റൊന്നും ഇല്ല. നിങ്ങൾ ചോദിക്കാൻ പഠിച്ചിരിക്കുന്നു വേണ്ട, ഒന്ന് കമന്റ് ഇട്ടാ ഞാൻ പറഞ്ഞുതരാം. സെറ്റാണ്? എഴുതിയല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ എക്കോസിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും കിട്ടി. ഇനി ഇതുപോലെ അടുത്തൊരു ഫോട്ടോ, നെക്സ്റ്റ് പിക്ചർ. ഇതിൽ നിങ്ങൾ ആരെയൊക്കെ കാണണേ മക്കളെ? ഒന്ന് കമന്റ് ചെയ്ത് എഴുതണ്ട, ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഈ ഒരു പിക്ചറിൽ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പിക്ചർ ആണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള പിക്ചർ ആണ്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്? എഴുതി കഴിയാത്തവരാണോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? ടീച്ചർ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം, വിഷമിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കൂ. എഴുതി കഴിയാത്തവർക്ക് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം, വിഷമിക്കണ്ട. അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇത് പറഞ്ഞേ, എന്തിനൊക്കെയാ നിങ്ങൾ കാണുന്നത് ഇവിടെ? വിളിക്കാൻ സാർ നമുക്ക് ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാത്തവരെ. അനാമിക വിളിച്ചില്ലേ ഓൾറെഡി? ഷെറിൻ. മൃഗങ്ങളെ കാണുന്നു എന്നാണ് അൻസില പറയുന്നത്. എനിക്കറിയാം അൻസില കുട്ടി അത് കമന്റ് ചെയ്യും കറക്റ്റ് ആയിട്ടെന്ന്. എവിടെ ഷെറിൻ? ഹലോ, ഹായ്. മോള് നല്ല മിടുക്കിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഇതുപോലെ തന്നെ കമന്റ് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, മോൾ എന്തൊക്കെ ഓർഗാനിസങ്ങളെയാണ് ഇവിടെ കാണുന്നത്? ഡക്ക്, ക്രോ ഉണ്ട്. ഡക്ക് അല്ല നമ്മളത് ക്രെയിൻ ആണ് കേട്ടോ. കൊക്കല്ലേ ഇത്? ക്രെയിൻ ആണ്. ക്രെയിൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് കേട്ടോ. ഇതല്ലേ മോൾ ഉദ്ദേശിച്ചേ? അത് ക്രെയിൻ ആണ്, ഡക്ക് അല്ല കേട്ടോ. ഓക്കെ, ക്രോ ഉണ്ട്. പിന്നെ ഫ്രോഗ് ഉണ്ട്. ടോർട്ടോയ്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. ഗ്രാസ് ഹോപ്പർ ഉണ്ട്
അല്ലേ? ആ ആ അതൊക്കെ ലിവിങ്. ബാക്കിയോ നോൺ ലിവിങ് ആയിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ? വാട്ടർ, ആ വാട്ടർ ഉണ്ട്. പിന്നെ വാട്ടർ, ഹൗസ്, ആ ഹൗസ് ഉണ്ട്. സോയിൽ ഉണ്ട്, പാടത്തൊക്കെ സോയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫീൽഡിൽ അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് മോളെ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ എക്കോസിസ്റ്റം ആണ്. ഇതൊരു എക്കോസിസ്റ്റം ആണ്. നമ്മൾ നോർമലി ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസില് അല്ലെങ്കിൽ നേരിട്ടല്ലാതെയൊക്കെ നിങ്ങൾ പാടങ്ങൾ കണ്ടിട്ടോ, ഫീൽഡ് റൈസ് ഫീൽഡ്സ് കണ്ടിട്ടുണ്ടാവും. അതൊരു എക്കോസിസ്റ്റം ആണ്. കാരണം എന്താ, ആ ഫീൽഡില് ഇത് ഈ കാണുന്ന പോലെ ലിവിങ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്തും പരസ്പരം സഹകരിച്ചുമാണ് അവർ ജീവിക്കുന്നത്. സോ അതൊരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഇവരെ എങ്ങനെയൊക്കെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഹൈറിൻ ഇവിടെ കംപ്ലീറ്റ് ഓർഗാനിസത്തിന്റെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് ഹൈറിൻ. ഫ്രോഗ്, ടോർട്ടോയിസ്, ക്രൗ, ക്രെയിൻ, ഡ്രാഗൺ ഫ്ലൈ, ക്രാബ്, ഗ്രാസ് ഹോപ്പർ, വാട്ടർ, പോണ്ട്, ഗ്രാസ്. ലാസ്റ്റ് ആരാ? ഫീൽഡ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഹൈറിൻ, വെരി ഗുഡ്. എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഓർഗാനിസങ്ങൾ എങ്ങനെയാണ് പരസ്പരം കണക്ട് ആവുന്നത്? അതായത് പ്ലാന്റ്സിനെ കഴിക്കുന്നവര്, പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവര് ആരൊക്കെയായിരിക്കും? ഈ തന്നിട്ടുള്ള ഫോട്ടോ നിങ്ങൾ നോക്കിക്കേ. പ്ലാന്റ്സിനെ കഴിക്കാൻ പറ്റുന്നവര് ഇതിൽ ആരൊക്കെയാ? ഒന്ന് ഗസ് ചെയ്തോ. ആർക്കൊക്കെ ഇതില് പ്ലാന്റ്സിനെ കഴിക്കാൻ പറ്റും? പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാസ് പെടും, അതേപോലെ ലീഫ് പെടും, ഒക്കെ പ്ലാന്റ്സ് കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. അത് കുഴപ്പമില്ല. പ്ലാന്റ്സിനെ കഴിക്കുന്നവര് ആരൊക്കെയാ? ഫുഡായിട്ട് കൺസിഡർ ചെയ്ത് ഫുഡായിട്ട് കഴിക്കുന്നവർ ആരൊക്കെയാ? വെരി ഗുഡ്, ഗ്രാസ് ഹോപ്പർ. പിന്നെ ഈ ഹാൻഡ് റൈസ് ചെയ്തതൊക്കെ എന്തിനാ മക്കളെ? ഒന്ന് വിളിച്ചേ. ആൻലിയ എന്താണ് മോളെ? പറയൂ. ഗ്രാസ് ഹോപ്പർ പറയാനായിരുന്നു. ഓക്കെ, അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മിടുക്കി. ഇനി ആരാ? ആരുഷേ പറഞ്ഞോ. എന്താണ്? ഓ സ്നെയിൽ. ഓർഗാനിസത്തിന്റെ പേര് പറയാനാണോ? യെസ്, കമന്റ് ചെയ്തോളൂ കേട്ടോ ആരുഷേ. അതെന്ത് പറ്റി? പഠിച്ചില്ല അപ്പോ? സാരില്ല, പഠിച്ചോളൂ കേട്ടോ. ആ പഠിക്കണം കേട്ടോ. ഓക്കെ വെരി ഗുഡ്. ഇനി ആരാ? അതൊക്കെ വേഗം പഠിക്കും, ടീച്ചർക്ക് അറിയാം. സെറ്റ്. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ലിവിങ്. അപ്പൊ പ്ലാന്റ്സിനെ കഴിക്കുന്നവര്, പ്ലാന്റ്സിനെ ഫുഡായിട്ട് കൺസിഡർ ചെയ്ത് കഴിക്കുന്ന, നമ്മളൊക്കെ ചോറ് കഴിക്കും അതേപോലെ കഴിക്കുന്ന ആൾക്കാരാണ് സ്മോൾ ഫിഷ്. വേറൊരു കളർ എടുക്കാം അല്ലെ? സ്മോൾ ഫിഷ്, ചെറിയ ഫിഷുകൾ ഉണ്ട്. അവരൊക്കെ എന്താ? പ്ലാന്റ്സിനെയാണ് അവർ കഴിക്കുന്നത്, ഫുഡായിട്ട് അവർ കഴിക്കുന്നത് പ്ലാന്റ്സിനെയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്ത പോലെ ഗ്രാസ് ഹോപ്പർ, ആ പേര് വന്നത് തന്നെ എങ്ങനെയാ? ആ ഗ്രാസിനെ കഴിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇൻസെക്റ്റിനെ ഗ്രാസ് ഹോപ്പർ എന്നുള്ള പേര് വന്നത് അല്ലേ? അപ്പൊ ഗ്രാസ് ഹോപ്പർ പ്ലാന്റിനെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ വേം കണ്ടിട്ടില്ലേ നിങ്ങള്? ലീഫിന്റെ പുറത്തൊക്കെ ചെറിയ ചെറിയ പുഴുക്കളെ കണ്ടിട്ടില്ലേ? ആ പുഴുക്കൾ എന്താ ചെയ്യാ? ആ ലീഫിനെയാണ് കഴിച്ചുകൊണ്ടിരിക്കണേ, ഫുഡായിട്ട് കഴിക്കണേ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ്, താഴെ ഏറ്റവും താഴെ അറ്റത്. ആൻമേരി ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ആൻമേരി ശ്രദ്ധിക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ. ആ ചിരിച്ചു, പേര് വിളിച്ചപ്പോ സന്തോഷായി. ആൻമേരി അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആ സാർ ഒരു ഓപ്ഷൻ അയക്കുന്നുണ്ട്, അതൊന്ന് ഓക്കെ പറഞ്ഞേ, അല്ലെങ്കിൽ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തേ. ആ ഹലോ ആൻമേരി കുട്ടി ഇവിടെ ഉണ്ടോ? ആ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നതൊന്ന് വായിച്ചേ, എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അയച്ചോ? മ്യൂട്ട് ആക്കല്ലേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഒന്നുകൂടെ. ആ പറഞ്ഞോളൂ, വായിച്ചോ മോളെ. ആ പ്ലാന്റ്സിനെ കഴിക്കുന്നത് സ്മോൾ ഫിഷ്. പിന്നെ ഗ്രാസ് ഹോപ്പർ പറഞ്ഞേ. ഗ്രാസ് ഹോപ്പർ. ആ വേം കഴിക്കുന്നുണ്ട്. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പൊ പ്ലാന്റ്സിനെ 3 ആൾക്കാർ കഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ്സിനെ 3 ആൾക്കാർ കഴിക്കുന്നുണ്ട്. സ്മോൾ ഫിഷ് കഴിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്, വേം കഴിക്കുന്നുണ്ട്. ഇനി വേമിനെ കഴിക്കുന്ന ഒരാളുണ്ടല്ലോ,
ഈ ഫോട്ടോ നിങ്ങൾ നോക്കിക്കേ, എഗെയിൻ നോക്കിക്കേ, എന്നിട്ട് ഒന്ന് പറഞ്ഞേ, ഈ വേമിനെ കടിക്കുന്ന ഒരാളുണ്ട് ഈ കൂട്ടത്തില്, ആരാ അത്? വേഗം കണ്ടുപിടിച്ചോ. വേമിനെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളിനൊക്കെ കഴിക്കുന്ന ഒരാളുണ്ട്, വേമിനൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് കഴിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ആരാത്? കമന്റ് ചെയ്യടാ. അവിടെ നോക്കിയിരിക്കുക. ഈ ഫോട്ടോ കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീനിൽ കാണാൻ പറ്റണില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. തേർഡ് റോയില് ലാസ്റ്റ് വൺ ആരാ? ആരുണോ? ആരോണേ? അൺമ്യൂട്ട് ചെയ്തേ. ആരോൺ ക്യാമറ ഫോൺ കൈ പിടിച്ചിട്ടാണോ ഇരിക്കണേ? കമന്റ് ചെയ്യാനാണ്. ശരി, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് കിട്ടിയോ? ആരാണ് വേമിനെ കഴിക്കണേ? ക്രെയിനും കഴിക്കും, അതേപോലെ ക്രോവും കഴിക്കും അല്ലേ? രണ്ടുപേരും കഴിക്കും. കറക്റ്റ് ആണ് മോനെ, വെരി ഗുഡ്. യെസ്. ഇനി അടുത്ത ആളെ നോക്കാം. ഇനി സ്മോൾ ഫിഷിനെ കഴിക്കുന്നതാണ് ആര്? ചെറിയ ഫിഷിനെ കഴിക്കണ ലാർജ് ഫിഷ് ഉണ്ട്. ബിരുദന്മാരുണ്ട് അവിടെ അല്ലേ? സ്മോൾ ഫിഷിനെ കഴിക്കണ ലാർജ് ഫിഷ് ഉണ്ട്. അതേപോലെ ലാർജ് ഫിഷ് മാത്രമാണോ സ്മോൾ ഫിഷിനെ കഴിക്കുക? അല്ല, ഫ്രോഗും കഴിക്കും. സ്മോൾ ഫിഷിനെ കഴിക്കുന്നത് ഫ്രോഗും കഴിക്കാറുണ്ട്. ഇനി ഈ ഫ്രോഗിനെ കഴിക്കുന്ന വേറൊരാളുണ്ട് അവിടെ, ക്രെയിൻ അല്ലെ? ഫ്രോഗിനെ കഴിക്കുന്ന ക്രെയിൻ ഉണ്ട്. ക്രെയിൻ മാത്രമല്ല, ക്രോവും എന്ത് ചെയ്യാറുണ്ട്? ഫ്രോഗിനെ കഴിക്കാറുണ്ട്. ഓക്കെ, സോ യെസ്. അപ്പൊ എന്താണ്? ഓർഗാനിസങ്ങൾ ഇങ്ങനെ പരസ്പരം കണക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും, ഇപ്പൊ ടീച്ചർ പറയാണ്, ഇതില് പ്ലാന്റ്സ് നമുക്ക് വേണ്ട, ഈ എക്കോസിസ്റ്റത്തിൽ ഞാൻ പ്ലാന്റ്സിനെ പിടിച്ച് മാറ്റാൻ പോവാ, എന്താ ഉണ്ടാവുക? ഈ എക്കോസിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? പറഞ്ഞേ. ടീച്ചർ വേറെ കഴിഞ്ഞു കേട്ടോ. ടീച്ചർ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം. എന്താ ടീച്ചർ ഇത്രയാണ് പറഞ്ഞത്? ഇതൊരു എക്കോസിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓർഗാനിസംസ് ഒക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ ശരി. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് ഒരു ഓർഗാനിസത്തിനെ ഞാൻ മാറ്റാൻ പോവാണ്. പ്ലാന്റ്സ് ഞാൻ മാറ്റി, ഞാൻ റിമൂവ് ചെയ്തു പ്ലാന്റ്സിനെ. എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു ഓർഗാനിസം അങ്ങോട്ട് പോയിന്ന് വെച്ചപ്പോ എന്തുണ്ടാവാനാ? ആണോ? പ്രശ്നം ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. ഒരു ഓർഗാനിസത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ എക്കോസിസ്റ്റം ആകെ താറുമാറായി പോകും, പ്രശ്നമാണ് എന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒരു ഓർഗാനിസം പോയോണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല, അങ്ങനെയുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ. നോക്കട്ടെ, ഭൂരിഭാഗം നോക്കട്ടെ, നിങ്ങളുടെ ഏത് മെജോറിറ്റി ആരാ നോക്കട്ടെ. ഹാൻഡ് റൈസ് ചെയ്യുന്നവരാണോ ചെയ്യാത്തവരാണോ? അതിൽ ഒന്നിലും പെടാത്ത ആൾക്കാരുണ്ടോ? ഇനി ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇനി ലാസ്റ്റ് വണ്ണിന് തേർഡ് വൺ ആരാ? ലാസ്റ്റിലെ തേർഡ് വൺ സിയ ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല അല്ലെ? ഒരു ഓർഗാനിസം പോയത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നാണ് സിയ പറയുന്നത്. ആണോ സിയ? അൺമ്യൂട്ട് ചെയ്തേ. അതോ ഒന്നും ഇല്ലാത്തോണ്ടാണോ കമന്റ് ചെയ്യാതിരിക്കണേ? സിയ അൺമ്യൂട്ട് ചെയ്യോ, വേഗം അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് സിയക്ക് തോന്നുന്നത്? ഒരു ഓർഗാനിസം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നിട്ട് എന്താ ഹാൻഡ് റൈസ് ചെയ്യാത്തേ? അത് നിങ്ങള് സൂമിലല്ലേ ക്ലാസ് കാണുന്നത്, അതിന്റെ താഴെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യാനുള്ളത്, ലവ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ താഴെ കേട്ടോ. അത് അമർത്തണേ. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് മോള് ഇരിക്കുന്ന കണ്ടപ്പോ തോന്നി എന്തോ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെന്ന്, അതാ വിളിച്ചത് കേട്ടോ. ശരി, മ്യൂട്ട് ചെയ്തോ മോളെ. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ ഹാൻഡ് റൈസ് ചെയ്തവരാണ് കറക്റ്റ്. കാരണം എന്താണെന്നറിയോ? ഒരു എക്കോസിസ്റ്റം ആണ് സംഭവം, ശരിയാണ്. ഒരുപാട് ജീവികളുണ്ട്, ജീവനില്ലാത്തതും ഉള്ളതൊക്കെ ഉണ്ട്, ശരി, സംഭവിച്ചു. അതിന്ന് ഒരാള് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഞാൻ പ്ലാന്റ്സിനെയാണ് ഇവിടുന്ന് കളഞ്ഞത്. ശ്രദ്ധിക്കാം കേട്ടോ, ലാസ്റ്റ് ടോപ്പിക് ആണേ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. ശ്രദ്ധിക്കാം. ഉണ്ടോ? ഇല്ലേ? അങ്ങോട്ട് നോക്കിയിരിക്കണ്ട അവിടെ ഒരാള്. ഇവിടെ ഉണ്ടോ? ഇല്ല. അതാരാ? തേർഡിലെ സെക്കൻഡ് ലാസ്റ്റ് വൺ.
നിവേദേ, എന്താ അവിടെ പരിപാടി? ഇവിടെ ആരാണ് അടുത്ത് നിന്ന് സംസാരിക്കണേ? പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു. അടുത്ത ആരെങ്കിലും ഉണ്ടോ നിവേദിന്റെ? ആരും ഇല്ല. പിന്നെ എന്താ അങ്ങോട്ട് നോക്കിയിരുന്നേ? അമ്മ വിളിച്ചപ്പോ ഞാൻ വിളിച്ചത് കേട്ടില്ല. കുഴപ്പമില്ല, ശ്രദ്ധിക്കാട്ടോ മോനെ. അപ്പോ ഒരു എക്കോ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ആ മൊത്തം എക്കോ സിസ്റ്റത്തെ അത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ എക്കോ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ പ്ലാന്റ്സിനെ മാറ്റി കഴിഞ്ഞാൽ ഈ സ്മോൾ ഫിഷ് പിന്നെ എന്ത് കഴിക്കും? പോട്ടെ, ഗ്രാസ് ഹോപ്പർ പിന്നെ എന്ത് കഴിക്കും? ഗ്രാസിനെ ഞാൻ മാറ്റിയില്ലേ, പിന്നെ ഗ്രാസ് ഹോപ്പർ പിന്നെ എന്തെടുത്ത് കഴിക്കും? ഫ്രോഗിന് കഴിക്കാൻ പറ്റോ? ഗ്രാസ് ഹോപ്പറിന് പറ്റോ? നിങ്ങൾ പറ, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗിന് കഴിക്കാൻ പറ്റുമോന്ന്? പറ്റില്ല. ഗ്രാസ് ഹോപ്പറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കുറച്ച് ലാർജ് ഫിഷിനെ കഴിക്കുക. ഇവിടെ പ്ലാന്റ് ഇല്ല, പ്ലാന്റ്സിനൊക്കെ ഞാൻ മാറ്റി, ഇനി കുറച്ച് ലാർജ് ഫിഷിനെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാസ് ഹോപ്പറിന് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. ഗ്രാസ് ഹോപ്പറിന് ഗ്രാസ് തന്നെ വേണം. വേമിന്റെ കേസ് എടുക്കുക. വേമിനോട് പറയാണ്, ഇനി ഇവിടെ പ്ലാന്റ്സ് ഒന്നും ഇല്ല, പോയിട്ട് ലാർജ് ഫിഷിനെ പോയി കഴിക്കുക ഇനി കുറച്ചു നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേമിന് അത് പറ്റുമോ? പറ്റില്ല. വേമിന് എന്ത് തന്നെ വേണം? പ്ലാന്റ്സ് തന്നെ വേണം. അപ്പോൾ ഇവിടെ ഓരോ ഓർഗാനിസംസും പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് ടീച്ചർ തുടക്കം തൊട്ട് പറയുന്നത്. ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ പ്രശ്നമായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാളെ മാറ്റാൻ പാടില്ല. മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോ സിസ്റ്റം ഇംബാലൻസ് ആയി പോകും. ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഇല്ലാത്ത അവസ്ഥ. അതാണ് ഇംബാലൻസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ബാലൻസിലാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. ഒരാൾ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. മനസ്സിലായോ? ഇതാണ് എക്കോ സിസ്റ്റത്തിന്റെ പിന്നിലുള്ള തിയറി കേട്ടോ. ഒരാൾ കൂടിയാലും കുറഞ്ഞാലും ഇവിടെ പ്രശ്നമാണ്. സെക്കൻഡ് റോയില് തേർഡ് വൺ ആരാ? തേർഡ് റോയില് തേർഡ് വൺ മെഹസ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നേ ഇല്ലേ? മിടിക്കല്ലേ? ആണോ? മിടിക്കാണോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഒരു കടൽ കാണാൻ പോവാം. നമുക്ക് റെഡി ആണോ? കടൽ കാണാൻ ഇഷ്ടമാണോ? കടലും കൂടെ കണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനോട് ടാറ്റ, ശരിക്കും ടാറ്റ പറയാം കേട്ടോ. കടൽ കാണാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കടൽ ടീച്ചർ കാണിച്ചു തരാം. നോക്കാം. ഇതാ ആരൊക്കെയോ ഒഴുകി പോണുണ്ട്. ആരൊക്കെയാ? കുറെ മീനുകള്, വലിയ മീനുകള്, ചെറിയ മീനുകള് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ? കഴിഞ്ഞു. യെസ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറെ മീനുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ? ഇഷ്ടപ്പെട്ടോ? കടൽ ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന കടലൊന്നും അല്ല. ഇത് കടലിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോയപ്പോ കണ്ട കാഴ്ചയാണിത്. കുറെ ഫിഷ് ഉണ്ട്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് അല്ലെ, സാൻഡ്, റോക്ക്, പല ജീവികളും ഇതിനകത്തുണ്ട്. പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഡെപ്ത് ഓഫ് ദി സീയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സീ ഡെപ്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, ലിവിങ് ആയിട്ട് എന്തൊക്കെയാണ്, നോൺ ലിവിങ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വർക്കാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. കിട്ടിയോ? ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വന്നപ്പോ എനിക്ക് കിട്ടിയില്ല ടീച്ചർ, എനിക്ക് 1-2 എണ്ണത്തിന്റെ പേരേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതിന്റെ പേര് കിട്ടിയില്ല. വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞു തരും. അതിനല്ലേ നമ്മൾ ട്യൂഷൻ വന്നിരിക്കണേ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച ആരും വിഷമിക്കണ്ട, ഓർക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി ആരും കരയണ്ട. അതൊക്കെ പരിഹരിക്കാനാണ് നമ്മൾ ഈ 1 മണിക്കൂർ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ വെക്കേഷൻ ടൈം അല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു വർക്ക് തന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഓഷ്യനിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ലിവിങ് ആയിട്ടും നോൺ ലിവിങ് ആയിട്ടും എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്കിനകത്ത് പെൻസിലോണ്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനിയിപ്പോ ടെക്സ്റ്റ് ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എഴുതാത്ത കണ്ടുപിടിക്കാത്ത വല്ലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ നമുക്ക് പഠിക്കാലോ. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട, ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ മക്കളെ, സോ നമ്മുടെ ക്ലാസ്സിന്റെ സമയം ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ബേസിക് സയൻസ് ഇഷ്ടമായോ? മക്കളെ ബേസിക് സയൻസ്? നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണോ ബേസിക് സയൻസ്? അതോ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണോ ബേസിക് സയൻസ്? എന്താണ്, പറയൂ. ഇഷ്ടമാണോ നിങ്ങൾക്ക് പഠിക്കാൻ? യെസ്, ഇഷ്ടമാണോ? ഓക്കെ, സോ നമുക്ക് ഇതുപോലെ അനിമേഷൻസ്, വീഡിയോ, പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ.
ഓക്കെ, അപ്പൊ ടീച്ചർ പറയുന്നൊക്കെ കേൾക്കുക. നല്ല മക്കളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ വായിച്ചു നോക്കി പഠിച്ചിട്ട് വരിക. ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു വോയിസ് അയക്കുക, ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ ഈ ഹാൻഡ് റൈസ് എന്തിനാ? ഒന്ന് വിളിക്കോ, ഒന്ന് രണ്ടുപേരെ. എന്തിനാ മക്കളെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കണേ? ആരാധ്യ, എന്ത് പറ്റി മോളെ? ആ പറഞ്ഞോ ആരാധ്യ, പറഞ്ഞോ. എന്താണ്? എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തേ? അതാ ടീച്ചർ വിളിച്ചേ? വെറുതെ ഹാൻഡ് റൈസ് ചെയ്താണോ? അല്ല, പിന്നെ എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും മോളെ, ടീച്ചർക്ക് കേൾക്കുന്നില്ല. ആ പറഞ്ഞോ. എന്താണ്? നേരത്തെ കൈ തട്ടിയതാണ്. ഓക്കെ, ശരി ശരി, ഫൈൻ. ഓക്കെ മക്കളെ, സോ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. അതുവരയ്ക്കും പഠിച്ച് നല്ല മിടുക്കുകളും മിടുക്കന്മാരെയും നമ്മൾ സ്കൂൾ തുറന്നിട്ടൊക്കെ കാണാൻ പോണുള്ളൂ. ദൈവമേ, പുതിയ ക്ലാസ്സിൽ എത്തിയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ടാറ്റാ.